ഇന്നലെ ഒരു അനക്കവും മറ്റു കുഞ്ഞുങ്ങളെല്ലാം സന്തോഷിച്ചിരിക്കുന്നു. ഇവള് ഒരു വല്ലാത്ത പരുവത്തിൽ. അല്ലെങ്കിൽ എന്നെ കണ്ടു കഴിഞ്ഞാൽ അവൾ പെട്ടെന്ന് വിളിച്ചു കൊണ്ടുവരും. അപ്പോൾ ഒന്ന് വിളിച്ചു കൊണ്ടുപോയി ചെരുപ്പെടുക്കും, ബാഗ് കൊടുത്തുകൊണ്ട് ഓടി വരും. ഇന്നലെ ഒന്നും ചെയ്യാതെ വന്നേക്കൊണ്ട് എന്നിട്ട് എടുത്ത് സൈക്കിളിലിരുത്തി കൊണ്ടുവന്ന് വഴിയിൽ വന്നപ്പോൾ പട്ടിയ പശുക്കളൊന്നും കണ്ടിട്ട് അവൾ ഒന്നും മിണ്ടില്ല. വീട്ടിൽ ചെന്ന് സൈക്കിളിൽ നിന്ന് ഇറക്കിക്കൊണ്ടിരുന്നപ്പോൾ കാണാം ഇവൾ എന്നിട്ട് ഇറങ്ങണില്ല. അങ്ങനെയാണ് ഞാൻ ചോദിച്ചത് എന്തിനാണെന്ന് നോക്കിയപ്പോൾ കാണാം മൂത്ത് പാട് കണ്ട്. ഞാൻ മൂത്ത മരുവളെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ ഇന്നതാണ്, പെട്ടെന്ന് ടീച്ചറെ വിളിക്കാൻ പറ്റും. അവരെ വിളിച്ചിട്ട് അവർ ഫോൺ എടുക്കില്ല. ചേട്ടത്തിരുത്തോ ഒന്ന് നോക്ക് എന്താന്ന് ചോദിരുന്നോ. അപ്പം മൂത്രം ഒഴിച്ച് നിക്കറൊക്കെ നനഞ്ഞിട്ടുണ്ട്. ഇനി അവർ അടിച്ചൊഴിപ്പിച്ചതാണോ എന്താണെന്ന് അറിയില്ല, അടി കൊണ്ടൊഴിച്ചതാണോ എന്നൊക്കെ. എന്നിങ്ങനെ തട്ടിയൊക്കെ നോക്കിയപ്പോഴാണ് ഈ കവിളിൽ ഒരു പാട് കണ്ടത്. നേരെ ടീച്ചറിനെ വിളിച്ചു. ടീച്ചർ ഫോൺ എടുത്തില്ല. അവിടെ നിന്ന് നേരെ ആയെ വിളിച്ചപ്പോൾ ആയ ലീവാണെന്ന് പറഞ്ഞ് ആശാ വർക്കറിൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ അവർ ഫോൺ വിളിച്ചപ്പോൾ ടീച്ചർ എടുത്ത് സംസാരിച്ചപ്പോൾ ടീച്ചർ ഇങ്ങനൊരു സംഭവമേ അറിഞ്ഞിട്ടില്ല, ഇങ്ങനൊരു അവിടെ ഒന്നും അറിഞ്ഞിട്ടില്ല, മറ്റുള്ള കുട്ടികൾ തമ്മിൽ എന്തെങ്കിലും കടിച്ചതോ അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. 3 പിള്ളേരും പറയുന്നത് ടീച്ചർ അടിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ കൊച്ചു പിള്ളേർ, നമ്മൾ വലിയവർ നമുക്ക് കള്ളം പറയാം, കൊച്ചു പിള്ളേർ കള്ളം പറയുമോ? ഇനി ഗ്യാസിന് പരമായിട്ടൊന്നും പോകേണ്ട, വൈകുന്നേരം നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് പാർട്ടിക്കാർ വിളിച്ചിരിക്കണം. അപ്പോൾ അവർ ബന്ധുക്കൾ വന്നെന്നുണ്ട് ഇങ്ങനെ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ മുന്നോട്ട് പോകും? ഇന്നലെ രാത്രി 1 മണിക്ക് ഞങ്ങൾ തൈക്കാട് ആശുപത്രിയിലിരിക്കുന്നത്. ഇപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് ഇത്രയും നേരം നമുക്ക് കൂടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നിട്ട് എന്തിനാണ് കാര്യം? എന്തിനാണ് പരാതിയായിട്ട് ഇനി മുന്നോട്ട് വേണം. ഇനി പരാതിയായിട്ട് മുന്നോട്ട് വേണം. ഇനി ഒരു രീതിയിൽ നമ്മൾ വിട്ടുവീഴ്ചയില്ല. എന്നുവെച്ചാൽ ഒത്തുതീർപ്പിന് പോവുകയില്ല.